ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അരി കുതിർക്കുകയോ അരയ്ക്കുകയോ പൊടിക്കുകയോ ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ശർക്കര ഉരുക്കിയത് ചൂടോടുകൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി ചേർക്കുമ്പോഴേ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ ആവശ്യമായ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഉണ്ണിയപ്പം അച്ചി ചൂടായ ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പം ഒരു വശം വെന്ത് വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. ഇതവിടെ മുകൾ വശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മറുവശവും വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഈ രീതിയിൽ കോരി മാറ്റാനായിരിക്കും എളുപ്പം. എല്ലാം തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. വളരെ രുചികരമായ ഗോതമ്പ് കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റുമാണ്. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തോന്നുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും 4 മണി പലഹാരമായി കൊടുക്കാം. വളരെ സോഫ്റ്റായ ഒന്നാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമുള്ള ഒന്നാണ്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.